ഉം, എന്തൊരു ടേസ്റ്റാണ്. വെറുതെ അല്ല ഇത് ഇത്ര ട്രെൻഡിങ് ആയത്. ഇന്ന് ചെറിയൊരു സന്തോഷമുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫാമിലി 10K ആയിട്ട് വളർന്നിട്ടുണ്ട്. 10K ഫോളോവേഴ്സ് ആയി ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ട് ഇന്ന് മധുരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? അങ്ങനെ സമയം കളയാതെ വേഗം തന്നെ അടുക്കളയിൽ കയറി. എന്നിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംഭവത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ബ്രെഡും പഴവും പാലും ചീസും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സംശയം വേണ്ട, സംഭവം അതന്നെ. ഒരിടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിരുന്ന ബനാന മിൽക്ക് ബ്രെഡ് ടോസ്റ്റ്. ഇൻസ്റ്റയിൽ ഇത് ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരുന്ന ടൈമിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്ന് പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കാം. സംഭവം ഒന്നുമില്ല, സിമ്പിളാണ്. ഒരു ബ്രെഡ് എടുക്കുക, അതിന് മേളിലേക്ക് പഴം ഇതുപോലെ നിരത്തി വെക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ആ പഴത്തിനൊന്ന് വിജലമിപ്പിക്കാം. ഒന്നങ്ങോട്ട് അമർത്തി പരത്തി അങ്ങോട്ട് തേച്ച് ഒട്ടിക്കുക തന്നെ. എന്നിട്ട് ഞാൻ അതിന്റെ മേളിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഞാൻ ഇന്റെ വക ആഡ് ചെയ്ത കേട്ടോ, കാരണം എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചീസ് ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇന്നെ പോലെ ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തോളി. എന്നിട്ട് അതിന്റെ മുകളിൽ വേറൊരു ബ്രെഡ് എടുത്ത് വെക്കുക. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ആ ബട്ടറിന്റെ മേളിലേക്ക് നമുക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുത്ത് രണ്ട് സൈഡും നല്ലപോലെ മുരിച്ചെടുക്കുക. ഈ ബ്രെഡിന്റെ രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബ്രെഡ് നല്ലപോലെ കുതിർന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് പാലും പഞ്ചസാര കൂടി മിക്സ് ചെയ്തത് ഇതിന്റെ മേളിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ അതിൽ മിൽക്ക് മെയ്ഡ് ഇടുന്നുണ്ടെങ്കിൽ പാലിലൂടെ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. എന്നിട്ട് വീണ്ടും തിരിച്ചും മറിച്ചു വിട്ട് ആ പാലൊക്കെ ആ ബ്രെഡിനകത്തേക്ക് നല്ലപോലെ അങ്ങോട്ട് മിങ്കിളായി കഴിഞ്ഞാൽ എന്റെ മിങ്കിളിങ് നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ അല്ലേ? എന്തായാലും ബനാന മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി അങ്ങോട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. നല്ല സോഫ്റ്റ് ആണ്, നല്ല സ്വീറ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്.